പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി റോഡ് കുത്തിപ്പൊളിച്ചാൽ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം റോഡ് പുനർനിർമ്മിക്കേണ്ട ചുമതല വാട്ടർ അതോറിറ്റിക്കാണ്. സംസ്ഥാന പാതകളിൽ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പുമായുള്ള കരാർ പാലിക്കുന്നില്ല. റോഡ് പുനർനിർമ്മിക്കണമെന്ന് പൊതുമരാമത്ത് വിഭാഗം വാട്ടർ അതോറിറ്റിക്ക് നിരവധി തവണ കത്തുകൊടുത്താലും യാതൊരു പ്രയോജനവുമില്ല. വിവരങ്ങൾ നൽകാൻ പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, ഇങ്ങനെ ഒരു നടപടി എടുക്കേണ്ടത്, അതായത് കുത്തിപ്പൊളിച്ചാൽ റോഡ് പിന്നീട് പുനർനിർമ്മിക്കേണ്ടത് വാട്ടർ അതോറിറ്റിക്കാണ് ആ ചുമതല. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇതിലൊരു വിമുഖത കാണിക്കുന്നത്, കൃത്യമായ കരാർ പാലിക്കാതിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, ആര്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിലെ വാര്യാപുരം എന്ന സ്ഥലത്താണ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലായിടങ്ങളിലും റോഡ് പുനർനിർമ്മിക്കുമ്പോൾ ആ റോഡിൻ്റെ ഉന്നത നിലവാരത്തിലുള്ള ടാറിംഗ് കഴിഞ്ഞതിന് ശേഷം വാട്ടർ അതോറിറ്റി ജീവനക്കാർ അവരുടെ നിർദ്ദേശപ്രകാരം പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡ് കുത്തിപ്പൊളിക്കുന്നത് കേരളത്തിൽ ഒരു സ്ഥിര സംഭവമാണ്. എല്ലാവർക്കും ഒരു പരാതിയുള്ള ഒരു കാര്യം കൂടിയാണത്. യഥാർത്ഥത്തിൽ നാം എല്ലാവരും അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ഇത്തരത്തിലൊരു നിർമ്മാണ പ്രക്രിയ നടക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പും ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഒരു കരാറുണ്ട്. അതായത്, റോഡിന്റെ ഏതെങ്കിലും ഭാഗം ഈ പൈപ്പ് ഇടുന്നതിന് വേണ്ടി കുത്തിപ്പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിക്കാണ്. അത്തരത്തിലുള്ള ഒരു കരാറാണ് പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഉള്ളത്. പക്ഷേ റോഡിൽ ഈ കുത്തിപ്പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം അതിന്റെ ആ ഒരു നിർമ്മാണം കഴിയുമ്പോൾ ഈ റോഡ് പുനർനിർമ്മിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ്. അത് വാട്ടർ അതോറിറ്റി പൂർണ്ണമായും ഒരു ശ്രദ്ധയുമില്ലാതെ ഈ റോഡ് പുനർനിർമ്മിക്കുന്നു എന്നാണ് കേരളത്തിലെമ്പാടും പരാതി ഉയർന്നിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥത്തിലുള്ള നിയമം അല്ലെങ്കിൽ ചട്ടം എന്നുള്ളത് ആ റോഡ് ഏത് നിലവാരത്തിൽ ആയിരുന്നുവോ അതേ നിലവാരത്തിൽ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം റീടാർ അല്ലെങ്കിൽ അത് പുനർനിർമ്മിക്കണം എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, അങ്ങനെ ഒരു നിർമ്മാണം അവിടെ നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ജീവനക്കാരുടെ ഒരു സാന്നിധ്യം, ഒരു മേൽനോട്ടം അവിടെ വേണം എന്നുള്ളതാണ്. പക്ഷേ ഇത് പലപ്പോഴും പലയിടങ്ങളിലും ഇത് കാണുന്നില്ല. ഒന്ന്, അവർ താൽക്കാലികമായി കോൺക്രീറ്റിംഗ് നടത്തി പിന്മാറുന്ന ഒരു രീതിയാണ് കേരളത്തിലെമ്പാടും കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് വലിയ ഗട്ടറുകളായിരുന്നു. ഇത് 6 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ റോഡിന് കുറുകെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഈ ഭാഗം കുത്തിപ്പൊളിച്ചത്. അതിനുശേഷം അവർ അത് ഈ ടാർ ചെയ്യുന്നതിന് പകരം കോൺക്രീറ്റിംഗ് നടത്തി. പിന്നീട് പൊതുമരാമത്ത് വിഭാഗം നിരന്തരം കത്തുകൾ വാട്ടർ അതോറിറ്റി വിഭാഗത്തിന് അയച്ചു. പക്ഷേ ആ കത്തുകൾക്കൊന്നും ഒരു മറുപടിയും ലഭിച്ചില്ല. മാത്രവുമല്ല, ഈ ഭാഗം ഒന്നും പുനർനിർമ്മിക്കുകയും ചെയ്തില്ല. ഇന്നലെ പക്ഷേ വാട്ടർ അതോറിറ്റിയിലെ കരാറുകാർ ഇവിടേക്ക് എത്തുകയും ഇത് പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഉടൻ തന്നെ പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ ഭാഗത്തേക്ക് എത്തുകയും വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ജീവനക്കാരുടെ സാന്നിധ്യമില്ലാതെ ഒരു കാരണവശാലും ഇവിടെ ഈ നിർമ്മാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഈ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരന്റെ സാന്നിധ്യത്തിൽ കരാർ ജീവനക്കാർ ഇവിടെ ഈ റോഡിന്റെ ഗട്ടറുള്ള ഭാഗം നികത്തിയിരിക്കുന്നതാണ്. നമുക്ക് കാണാൻ കഴിയും, ഇത് അശാസ്ത്രീയമായി, അതായത് താൽക്കാലികമായി മാത്രം കുഴിയടച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നിയമപ്രകാരം യഥാർത്ഥത്തിൽ ഈ റോഡ് അതായത് റബ്ബറൈസ്ഡ് റോഡാണ്, ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച റോഡാണ്. അതേ നിലവാരത്തിൽ തന്നെ ഈ റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം ടാർ ചെയ്യണമെന്നാണ് ചട്ടം. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും, ഇത് വെറുതെ ടാർ കൊണ്ടിട്ട് ആളുകളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പരാതി ജനങ്ങൾക്കുണ്ട്.